Assalamualaikum. Welcome to Zeus Pepe Candy. ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും സുഖമായി സന്തോഷിച്ചിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട പഴംപൊരി. പഴംപൊരി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം അറിയാം. പഴംപൊരി സിമ്പിളാണ്, എന്നാൽ പവർഫുള്ളും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? ഇതുണ്ടാക്കാനായിട്ട് നമ്മൾ 1/4 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്, 1/4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. ദോശമാവ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരി നല്ല പഫി ആയിട്ട് വരാനാട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ പഫിയും ക്രിസ്പി ആയിട്ട് വരാൻ വേറൊരു ടെക്നിക്കും കൊണ്ടുണ്ട്. ഒരല്പം സോഡാപ്പൊടി ചേർത്താൽ മതി. പക്ഷേ ഞാനിവിടെ ചേർത്തിട്ടില്ല. സോഡാപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ഓയിൽ കൂടുതൽ കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, അല്പം ഏലക്കാപ്പൊടി, കളറിന് ആവശ്യമെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരല്പം കറുത്ത എള്ളും കൂടെ ചേർത്തിട്ടുണ്ട്. കറുത്ത എള്ള് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇനി ഇത് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇഡലി മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഒന്ന് കലക്കിയെടുക്കുക. നേന്ത്രപ്പഴം നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് അരിഞ്ഞു വയ്ക്കാം. സ്ലൈസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു മാവില്ലേ ആ ബാറ്ററിലേക്ക് മുക്കിയെടുക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ, എന്നാലും എനിക്കിഷ്ടമുള്ളൊരു പലഹാരം കേട്ടോ. അത് കാരണം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. പഴംപൊരിയും പരിപ്പോടെ എൻ്റെ ഫേവറേറ്റാണ്. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അതറിയാം. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതങ്ങോട്ടിട്ട് വറുത്തിങ്ങനെ എടുക്കുക. പഴംപൊരി നന്നാവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല പഴുത്ത നേന്ത്രപ്പഴം വെച്ചിട്ടാക്കുന്ന പഴംപൊരി കേട്ടോ. അത് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാലും ഒരു അത്യാവശ്യം പഴുത്ത പഴം തന്നെ ഇതിനെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉദ്ദേശിക്കുന്ന രുചിയൊന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ മലയാളികളുടെ ചങ്കായ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പഫി ആയിട്ടുള്ള പഴംപൊരിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീൻ ആൻഡ് ദ വീഡിയോ. ബൈ.